ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതിലുള്ള ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്നും എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ കാണാറുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് ഹെറഡോട്ടസ്. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നത് ഫറോവ എന്ന പേരിലാണ്. ഫറോവ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ്. ഫറോവമാരുടെ ശവകുടീരമാണ് പിരമിഡുകൾ. പുരാതന ഈജിപ്തിൽ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റും നിധികളും കൊണ്ട് നിറച്ചിരുന്നു. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന മൃതശരീരം അറിയപ്പെടുന്നത് മമ്മി എന്നാണ്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങൾ പിരമിഡുകളാണ്. സപ്താത്ഭുതങ്ങളിലൊന്നായ കുഫു രാജാവിൻ്റെ പിരമിഡ് ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ. മഹത്തായ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലെ ഗിസയിലാണ്. ഏറ്റവും വലിയ പിരമിഡാണ് ഗിസയിലെ പിരമിഡ്. ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവാണ്. ഈജിപ്ഷ്യൻ ജനതയുടെ ശാസ്ത്ര സാംസ്കാരിക സാങ്കേതിക നേട്ടങ്ങൾ. ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന സംഭാവനകളാണ് സൗരപഞ്ചാംഗം, ദശാംശ സമ്പ്രദായം, ജലഘടികാരം, സൂര്യഘടികാരം എന്നിവ. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം നിർമ്മിച്ചത് ഈജിപ്ഷ്യൻ ജനതയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ നട്ടെൽ എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. മനുഷ്യ ശിരസ്സും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഈജിപ്തിലെ ശില്പരൂപമാണ് സ്ഫിൻക്സ്. ഈജിപ്തുകാരുടെ പ്രധാന ദൈവമാണ് സൂര്യദേവനായ റാ. ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന മൃഗം പൂച്ച. ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്ത ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാൻ ഉപയോഗിച്ചത് പാപ്പിറസ് ചെടിയുടെ ഇല, തടി എന്നിവയായിരുന്നു. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ച ഫ്രഞ്ച് പണ്ഡിതൻ ആയിരുന്നു ഷംപോലിയോ.